അപ്പം നമ്മുടെ നല്ല മത്തി കിട്ടി. എന്താ അമ്മോണ്ടോടി ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം അൽഹംദുലില്ലാ. അപ്പോൾ ഇടല്ലേ നല്ല മഴയെന്ന് വെച്ചില്ലെങ്കിൽ നല്ല ഇടിയും മഴയാണ് ഉണ്ടത്. അപ്പോൾ കാലാവസ്ഥ കാണാനില്ല, നല്ലൊരു നല്ല മഴ മൂടിച്ചിട്ടുണ്ട്. മഴ നല്ല ഇടിയും മുട്ടുന്നുണ്ട്, നല്ല മഴ. അപ്പം ഞാൻ വിചാരിച്ചില്ലേ കുറച്ചില്ലേ കൊള്ളി ഉണ്ടായിരുന്നു. കൊള്ളി എന്തെങ്കിലും കപ്പ ഇതില്ലേ എന്താ അതിനെ പറയുന്നത്, കൊള്ളിക്കേങ്ങ് എന്ന് പറയും ഇവിടെ കാസർഗോഡ്. ഞങ്ങൾ കൊള്ളിക്കേങ്ങ് എന്ന് പറയൂ. പിന്നെ കപ്പ എന്തെല്ലാം ഇതുണ്ടല്ലോ അതിന് പേര്, അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മക്കളെല്ലാം സ്കൂൾക്ക് പോയി. പേരിനുള്ളിൽ ആകെ ഒരു നിശബ്ദത, എന്തോ അനക്കവും ആട്ടവും ഇല്ല അങ്ങനത്തെ. പിന്നെ കുറച്ച് തുണിയെല്ലാം അലക്കാനിട്ടിട്ടുണ്ട് പുറത്ത്. ഞാൻ പിന്നെ ഇതാ രാവിലെ ഞാൻ ചെമ്മീൻ നിർവ്വാണ ഉണ്ടാക്കി. അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിലിട്ട്, നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ്. പിന്നെ അതിൻ്റെയൊക്കെ ഞാൻ ദോശയും ചുട്ടു. ദോശയില്ലെങ്കിൽ പോളെ സിയപ്പം എന്നെല്ലാം പറയില്ലേ, അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചില്ലേ കുറച്ച് പിന്നെ മത്തിയുണ്ട്, മത്തി കിട്ടീന്, നല്ല വലിയ മത്തി എന്ന് പറഞ്ഞ് മത്തിയുണ്ട്, പിന്നെ കപ്പയുണ്ട്. മത്തി മഞ്ഞത്തണ്ണിയും കപ്പയും വെക്കാമെന്ന് വിചാരിച്ച്, കപ്പ ഉണ്ടാക്കാമെന്ന്. അപ്പം നമ്മുടെ നല്ല മത്തി കിട്ടീന്. മത്തി ഇന്നലെ കൊണ്ടുവന്ന ഫ്രഷ് മത്തി എന്ന് പറഞ്ഞിന്, നല്ല ഫ്രഷാണ്. അപ്പോൾ ഇന്നലെ തന്നെ കറി വെക്കുമെന്ന് പറഞ്ഞു എന്നോട്. ഞങ്ങൾക്ക് ഇന്നലെ പിന്നെ എന്തെങ്കിലെങ്കിലാ രാത്രി ആകുമ്പോൾ ഭയങ്കര മടിയാണ് കറി വെക്കാൻ. കുളിച്ചിട്ട് നിസ്കരിച്ചിട്ട് ഓതിത്തെല്ലാകുമ്പോൾ പിന്നെ അതിലെ കറി വെക്കുമ്പോൾ ആദ്യമേ ഇതാന്നില്ലേ. അങ്ങനെ പിന്നെ രാവിലെ തന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞപ്പോൾ നല്ല കപ്പയുണ്ട് മത്തി മുളകിട്ടതും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇത് മുറിച്ചിട്ടും ക്ലീനാക്കിയിട്ടും കറി വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇല്ലേ മത്തിക്കറിക്ക് വേണ്ട സാധനം എല്ലാം റെഡിയാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയ നീരുള്ളിയും ഒരു ചെറിയതും ഒരു കണ്ടം, അതാണ് ഞാൻ നീരുള്ളി എടുത്തിരുന്നത്. എന്തെങ്കിലും എനിക്ക് നല്ലോണം മക്കൾക്ക് ഇങ്ങനെ നീരുള്ളി ഇടുന്നത് ഇഷ്ടേ മാതിരി. എനിക്ക് നല്ലോണം നീരുള്ളി ആകുമ്പോഴത്തില്ല മധുരമാണ് കറി. അതുകൊണ്ട് ഞാൻ മാക്സിമം നീരുള്ളി കുറക്കും. നീരുള്ളി കുറച്ചിട്ടില്ല, തക്കാളി അല്ലേ, തക്കാളി നല്ലതുപോലെ ഇടണം, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നീരുള്ളിക്ക് എത്ര വെക്കുന്നത് ഏത് കറിക്കുമില്ല. ഇത് നമ്മൾ ചിക്കൻ്റെ മസാല ആക്കുമ്പോൾ മാത്രം നീരുള്ളി നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല ഗ്രേവി നല്ലതുപോലെ കിട്ടും. പിന്നെ ഏത് കറി വെക്കുന്നെങ്കിലും പിന്നെ നീരുള്ളി അങ്ങനെ ഇട്ട് കൊടുക്കണമെന്നില്ല. പിന്നെ ഏതൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ മത്തി മഞ്ഞത്തണ്ണി, പിന്നെ അയ്യ മഞ്ഞത്തണ്ണി എങ്ങനെയല്ല, മഞ്ഞത്തണ്ണി എന്നേ പറയല് കേട്ടോ, മഞ്ഞത്തണ്ണി പറയും. നല്ല പുറത്ത് നല്ല മയക്ക് വിചാരിച്ചു. അപ്പോൾ കപ്പയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കപ്പ സാധനം എടുക്കുമ്പോൾ കപ്പ കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് നല്ലൊരു മത്തി മഞ്ഞത്തണ്ണി കപ്പയും വെറൈറ്റി ഉണ്ടാക്കാൻ. വെറൈറ്റി അല്ല, ജസ്റ്റ് ഒരു തേങ്ങാട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കഴിഞ്ഞതാണ്. ഇവിടെ സ്കൂളിൽ പോയിട്ടാവില്ല, എനിക്കും ആട്ടം ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ
പിന്നെ മണ്ണിൻ്റെ ചട്ടിയിൽ തന്നെ മീൻ കറി വെക്കുമ്പോൾ നല്ലൊരു ചേരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരു മണ്ണിൻ്റെ ചട്ടി എന്നെ കൊണ്ടത് നിലവിലുണ്ടത് ഒരു മണ്ണിൻ്റെ ചട്ടി. ഇൻഷാല്ല വാങ്ങണം, പുതിയ പെരലായിട്ട് നമുക്ക് അപ്പൊക്കെല്ലാം മണ്ണിൻ്റെ ചട്ടി വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമുക്ക് ഇത്രയും സൗകര്യം ഉള്ളത് കൊണ്ട് നമുക്ക് മതി ഒരു ചട്ടി, ഒരു പ്രൈഫാണ് അങ്ങനെ ഇങ്ങനെയെല്ലാം മതി വലുത് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ചില്ലേ കട് കലമ്പോര, പിന്നെ ഉലുവപ്പൊടി എല്ലാം എടുക്കണം. അപ്പുറം ഇപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഉണ്ടത്. ഉലുവ പൊടിച്ചത്, നല്ല ആട്ടിയ വെളിച്ചെണ്ണ, പിന്നെ ചെറിയ ഉള്ളി ഉണ്ട, ചെറിയ ഉള്ളി എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല എല്ലാം ഇത് മുള വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് എല്ലാം മുള വന്നു. അപ്പോൾ നല്ല പ്രോട്ടീൻ അല്ലേ, നല്ല മുള വന്നിട്ടുണ്ട്. ഇങ്ങനെ ആവശ്യം ഉണ്ടാക്കുന്നതാ ഇതിൻ്റെ തൊലിയെല്ലാം എടുത്തിട്ട് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് മതി. തുറന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അടിച്ചിട്ട് വെച്ചിട്ട് സ്മെല്ല് വരും. സ്മെല്ല് അല്ലെങ്കിൽ ഉള്ളിക്ക് സ്മെല്ല് വരും. പിന്നെ ചെറിയ ഉള്ളി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത്ര സ്മെല്ല് വരുന്നില്ല. നമ്മൾ വലിയ ഉള്ളി മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒക്കെ നല്ല സ്മെല്ല് വരുന്നു. ഇതാ പുറത്ത് നല്ല മഴ, കിച്ചണിൽ കാണുന്നത് നല്ല ഗിഫ്റ്റായിക്കൊണ്ട് വരുന്നുണ്ട്. നല്ല ഇടിയും മുട്ടുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥ അല്ലേ. ഇവിടെ സ്കൂളിൽ പോയി പണ്ടല്ലേ സ്കൂളിൽ മഴക്ക് പോകാൻ എന്തോ ഒരു ചേരല്ലേ അല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തോ ഒരു മടിപ്പ് സ്കൂളിൽ പോകാനും. നമുക്കെല്ലാം സ്കൂളിൽ ഉണ്ടെന്നാളില്ല. നമുക്ക് എല്ലാം മഴക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കുട പിടിക്കാനും പോയിട്ടുണ്ടാവും. മഴക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കുടയെല്ലാം പിടിക്കും. കുട കൊണ്ടുപോകാല മീൻസ് കൊണ്ടുപോകാല നമുക്ക് കൊണ്ട് ഭയങ്കര മടി. അപ്പം ഞാൻ ചങ്ങായിമാരൊക്കെ കുടയിൽ കൂടും. പിന്നെ വരുമ്പൊക്കെ നല്ല പകരം മഴ നന്നിട്ട് വരും. തിരക്ക് വരുന്നല്ല, വൈകുന്നേരം വിടുന്നല്ല. അപ്പോൾ മഴ നന്നിട്ട് തന്നെ വരും. പിന്നെ രാവിലെ ഞാൻ പിള്ളേരൊക്കെ കുറേ പിള്ളേർക്ക് അങ്ങനെ നടുത്ത് പോകുന്നല്ല. നടുത്ത് പോകുമ്പോൾ എന്തോ ഒരു ശേല തന്നെ. അതൊക്കെ ഇതാ ഞാനിലേക്ക് കടുവേറിയെങ്കിൽ കരണ്ട് ഉള്ളിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് കടുവേറി കുറച്ച് കടുവിട്ടിട്ട് നല്ലതുപോലെ പൊട്ടിട്ട് അതൊക്കെ ഞാൻ നിൽക്കില്ല മഴ കാണും. പണ്ടെല്ലാം മഴ നനഞ്ഞിട്ടില്ലേ? എത്ര പേര് സ്കൂളിൽ പോയിട്ടുണ്ടാകുന്ന ഒരു കമൻറ്റ് ചെയ്യണവേ. ആരെല്ലാം ഇങ്ങനെ കുറേ പേര് പോയിട്ടുണ്ടാവാതെ മഴ നനഞ്ഞിട്ട്. സത്യം പറയും ഞാനില്ലേ സ്കൂളിൽ പോകുമ്പോൾ കുട എടുക്കലുണ്ട്. ഉമ്മ അപ്പം പറയും കുട എടുക്കണോ, പക്ഷെ ഞാൻ കുട എടുക്കലില്ല. എനിക്കില്ലേ പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും. വരുമ്പോൾക്ക് നല്ല പോലെ മഴ നനഞ്ഞിട്ട് വരും. മറ്റേ എന്താ പറയുന്നത് ലൂണാറ് ചെരുപ്പ് കൂട്ടത്തായിട്ട് ഒറ്റരുന്നടുത്ത് നടക്കും. അപ്പോൾ യൂണിഫോമും എല്ലാം ചളി പുളിയായിട്ട് പെരക്കെത്തും. പിന്നെ ഉമ്മാൻ്റെ വഴക്കും കേൾക്കണം. ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇതില്ല, പൊടിച്ചത് കൊണ്ടില്ല ഇതിൻ്റെ അത്ര സ്മെല്ലില്ല. മറ്റിച്ചല്ലെങ്കിൽ നല്ലൊരു ഇതാണ്. സ്പൂൺ ഉലുവപ്പൊടി ഇട്ടിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടാം. ഞാനിത് അരിച്ചിട്ട് ഇങ്ങനെ വെക്കും ഫ്രിഡ്ജിൽ. ഇത് നമുക്ക് ഈസി അല്ല. ഇതല്ലെങ്കിൽ അപ്പോൾ അതിന് ഇതാക്കണ്ടല്ലോ. മിക്സിയിലെടുത്തിട്ട് ഇഞ്ചി പച്ചമുളക് വെള്ളുള്ളി എപ്പോൾ അരക്കണമെന്നിട്ട് അത് വെള്ളം ഇത് എപ്പോൾ നമുക്ക് രാവിലെ സ്കൂളിലെ പിള്ളേർക്ക് സ്കൂൾക്ക് പോകുമ്പോൾ വരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ അതിട്ട് കൊടുത്താൽ കഴിയില്ല. കുറേ പണിയെടുക്കേണ്ട ആവശ്യമില്ലാണ്. ഇതില്ല നല്ല പോലെ ഒന്ന് ബ്രൗൺ നിറമായിട്ട് വെച്ച് ഇതൊക്കെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നല്ല പെട്ടെന്ന് ഒരു ഇതാവും. പിന്നെ കച്ചപ്പന 3 തണ്ടിട്ടില്ലേ, കച്ചപ്പന നല്ല പോരക്കണം. നല്ല പോരട്ടെങ്കിൽ നല്ല മണുണ്ടാവും കറി, നല്ലൊരു മണുണ്ടാവും. എല്ലാവർക്കും അറിയാലോ മത്തിമരത്തിന് വെക്കാൻ അറിയാത്ത ആരുണ്ട്. എല്ലാവരും ഏത് മോഡലും ആണെങ്കിൽ എന്തെങ്കിലും ചിക്കൻ അല്ലാതെ ജാസ്തി എല്ലാ മോഡലും മീൻ കറി വെക്കുന്നു അല്ലേ. ചിക്കൻ ഇപ്പം നമുക്ക് കൂട്ടിയിട്ട് എല്ലാം ഇത് പഠിച്ചില്ലേ, വലിയ ഒരു ഇതാണില്ല. പക്ഷെ മീന് നമുക്ക് എത്ര കൂട്ടിയും അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയല്ല, പിടിയല്ലല്ലോ, ഇതൊരു പാങ്ങ് വേറെ തന്നെ. മുളകുപൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇവ 3 ഇട്ടു. മുളകുപൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പം അത് ഇട്ടിട്ടില്ലേ നല്ലതുപോലെ അതിൻ്റെ പച്ചമണെല്ലാം മാറണം. അങ്ങനെ ഇതാ നല്ലതുപോലെ അല്ലേ നമ്മൾ മഞ്ഞത്തണ്ണി തളിച്ചതിൻ്റെ ശേഷം മത്തി ഇട്ടിട്ട് കൊടുക്കുക. മത്തി ഇല്ലെങ്കിൽ നമ്മൾ കാസർഗോഡ് മത്തി എന്ന് പറയും, പിന്നെ ദൂരം നാട്ടിൽ ചാള, അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം പേരുണ്ടല്ലോ.
ചളാന്നറിയും. പിന്നെ മത്തിൻ്റെ വേറൊരു പേര് എന്തോ ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. അങ്ങനെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം തീ കുറച്ച് കൊടുത്ത് മതി. മത്തിയില്ലേ വെളിച്ചെണ്ണയിൽ കാച്ചുമ്പോൾ നല്ലൊരു ചേല തന്നെയല്ലേ. ഈ പാമോലിയിൽ കാച്ചുന്നാട്ടും വെളിച്ചെണ്ണയിൽ കാച്ചുമ്പോഴല്ല നല്ലൊരു പാങ്ങുണ്ട്. വേറെ തന്നൊരു ചേല്. അങ്ങനെ നല്ലതുപോലെ ഇവിടെ മത്തി ഏകദേശം ഞങ്ങൾക്ക് മുമ്പൊന്നും ഇഷ്ടമുണ്ടായിട്ടാ. ഇപ്പം മത്തീൻ്റെ ഇതിൽ മുട്ടയുണ്ടല്ലോ, അതുകൊണ്ട് മത്തി എത്ര കിട്ടിയെങ്കിലും ആവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് മത്തി മുട്ട ഭയങ്കര ഇഷ്ടം. ഞാൻ പിന്നല്ലേ ഡയറക്റ്റ് വോയിസ് കൊടുക്കുന്നുണ്ടായിന്. അപ്പോൾ നോക്കുമ്പോഴല്ലേ പുറത്ത് നല്ല മഴ. ഇപ്പോൾ നോക്കുമ്പോഴേക്ക് രാത്രിയാണ് ഇപ്പോൾ വോയിസ് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് പുറത്ത് ഇല്ലേ ഇങ്ങനെ എന്തെല്ലാം പ്രാണികളില്ലേ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെ മക്കളെ സ്കൂളിൽ അയക്കണം, അത് ഇത് ആകുമ്പോഴേക്ക് പിന്നെ നമ്മളെ പേരൻ്റെ പണിയെല്ലാം ആകുമ്പോഴേക്ക് പിന്നെ ഒരു മടി പിടിക്കുന്നു. അങ്ങനെ ഞാനിതാ കപ്പയിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിൻ്റെ പൊടി ഇട്ടിട്ട് ഗ്യാസിൽ വെച്ച്. അപ്പോൾ ഇല്ലേ ഈ പണീൻ്റെ ഇടയിലില്ലേ എൻ്റെ മോളും മക്കളും വന്ന്. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ വിഷയത്തിലും സംസാരത്തിലും അങ്ങനെ ആയിട്ട് അങ്ങോട്ട് പോയിട്ട് നിന്ന്. അപ്പോൾ വരുമ്പോഴേക്ക് നല്ല പോലെ കപ്പ നല്ല വെന്ത് കിട്ടി. കപ്പയില്ലെങ്കിൽ നല്ല കപ്പ, ഒരു പാൽ കപ്പേന് പൊടി നിറഞ്ഞ കപ്പയെന്ന് പറയല്ലേ, അങ്ങനത്തെ കപ്പയാണ് കിട്ടിയത്. കൊള്ളിയെന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തില്ലേ ഇവിടെ ഗസ്റ്റ് വന്ന്. അപ്പോൾ പിന്നെ ഓരോട് സംസാരിക്കാനും ഓരോ മക്കളോട് സംസാരിക്കാനെല്ലാം കഴിഞ്ഞു. ഗസ്റ്റ് ആരുമല്ല, എൻ്റെ മോൾ തന്നെ. അപ്പോൾ അപ്പോഴേക്ക് അതിലേക്ക് ഒരു കുറച്ച് തേങ്ങാവും പിന്നെ 2-3 ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ഇട്ടിട്ട് മിക്സിയിൽ അരച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഇതിലേക്ക് കപ്പയിലേക്ക് ഇട്ട് കൊടുത്ത്. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നല്ല പോലെ അരക്കണം, നല്ല മിനുക്കെ അരക്കണം തേങ്ങ. അപ്പോൾ ഒരു പാൽ കപ്പേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നു. പിന്നെ അതിലേക്ക് വെള്ളവും കൂട്ടീന്. അപ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടുമല്ലോ നമുക്ക്. ഇത് നല്ല പാങ്ങുണ്ട്. ഇങ്ങനത്തെ ഞാൻ 2-3 പ്രാവശ്യം ഏകദേശം ഞാനിങ്ങനെ തന്നെ ഉണ്ടാക്കൽ. പക്ഷേ ഇങ്ങനെ കപ്പ ഉണ്ടാക്കിയത് നിങ്ങൾ നോക്ക്, നല്ലൊരു ചേലാണ് തിന്നാൻ. അങ്ങനെ നമ്മുടെ കപ്പയും മത്തി മഞ്ഞത്തണ്ണിയും നല്ലതുപോലെ ചോറും അച്ചാറും മീനിൻ്റെ മുട്ട അങ്ങനെ എല്ലാം ആയിട്ട് പിന്നെ ഹസ്ബൻഡ് ചോറ് വയ്ക്കാൻ വന്നപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടാണ്. എനിക്ക് കപ്പയും നല്ല മത്തി മഞ്ഞത്തണ്ണി മതിയായിട്ട് ഞാൻ അങ്ങനെ കഴിക്കാനെടുത്ത് തുടങ്ങി. മാഷാ അല്ലാഹ് നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണം കമൻറ്റിലെ കൂടിയിട്ട്. എനിക്കുള്ള അഭിപ്രായം നിങ്ങൾ തരണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഷെയറും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരും. ഓക്കെ, ബൈ.